നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽ സീരീസിൽ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വെർനിയർ കാലിപ്പേഴ്സ്. എനിക്കൊന്നു സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ഒരു 100% സ്കൂളിൽ 99.9% സ്കൂളിൽ ചോദിക്കുന്ന 2 എക്സ്പെരിമെന്റിലായിരിക്കും ഒരെണ്ണം വെർനിയറും 2 സ്ക്രൂ ഗേജും. ഇതാണ് നമ്മൾ കാണുന്ന വെർനിയർ കാലിപ്പേഴ്സ്. നിങ്ങൾക്ക് ശരിക്കും കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പാരറ്റസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെർനിയർ ചെയ്തേക്കുന്ന വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ചുമ്മാ ചെയ്തേക്കുന്ന വീഡിയോ അല്ല, കാൽക്കുലേഷനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ കോളം വരയ്ക്കേണ്ടത്, റിസൾട്ട് എല്ലാം ഉള്ള വീഡിയോസ് ഡിസ്ക്രിപ്ഷനകത്ത് പ്രാക്ടിക്കൽസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കണ്ട് ഗംഭീരമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. പ്രാക്ടിക്കലിൻ്റെ സീരീസിൽ ആദ്യത്തെ വെർനിയർ കാലിപ്പസിൽ ഇതാണ് വെർനിയർ കാലിപ്പസ്. ഇതാണ് മെയിൻ സ്കെയിൽ. പലർക്കും വെർനിയർ കാലിപ്പസ് കണ്ടാൽ അറിയാം, പക്ഷെ മെയിൻ സ്കെയിൽ ഏതാണെന്നും വെർനിയർ സ്കെയിൽ ഏതാണെന്നും അറിയത്തില്ല. നിങ്ങൾ കമന്റ്സ് ഇടണം കേട്ടോ. സത്യം പോലെ മാഷിൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. ഇതാണ്ട് ഈ പോകുന്നതാണ് മെയിൻ സ്കെയിൽ. ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന സ്കെയിലിനെ പറയുന്ന പേരാണ് വെർനിയർ സ്കെയിൽ. ഇതാണ് മെയിൻ സ്കെയിൽ. ഈ അറ്റാച്ച് ചെയ്തേക്കുന്ന സ്കെയിലിനെ പറയുന്ന പേരാണ് വെർനിയർ സ്കെയിൽ. അതിനകത്ത് 0 മുതൽ, അതായത് മെയിൻ സ്കെയിലിൽ 0 മുതൽ 1 വരെ എത്ര ഡിവിഷൻ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെർനിയർ കാലിപ്പസ് കേരളത്തിലെ ഏത് കുട്ടികൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് കിട്ടിയാലും പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾ ആദ്യം എഴുതേണ്ടത്, ടാബ്ലർ കോളമൊക്കെ വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം എഴുതേണ്ടത് മാർക്കുള്ളതാണ്. 2 മാർക്കോ ചിലപ്പോൾ 5 മാർക്കോ ഒക്കെ കിട്ടുമായിരിക്കാം. ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി വെർനിയർ, ടു ഫൈൻഡ് ഔട്ട് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി വെർനിയർ. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ കൗണ്ടിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ 0 മുതൽ, നിങ്ങൾ സ്കൂളിൽ പോയാലും നോക്കാം, 0 മുതൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കലിന്റെ എക്സ്പെരിമെന്റ് എടുത്ത് നോക്കിയാൽ മതി. 0 മുതൽ 1 വരെ 10 ഡിവിഷനാണ്. അതിനകത്ത് ഒരു ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1, 0.2, 0.3, അങ്ങനെ 0.8, 0.9, 1. അന്നേരം ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. അത്രയും സെന്റിമീറ്റർ ആണ്. മില്ലിമീറ്ററിലും സെന്റിമീറ്ററിലും എടുക്കാം. 0.1 സെന്റിമീറ്റർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 0.1 സെന്റിമീറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ്. ഏതാണ്ട് വെർനിയർ സ്കെയിലിന്റെ ഡിവിഷൻ താണ്ടി ഈ താഴത്തെ ഇതാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. താണ്ടി താഴെ കാണിച്ചിരിക്കുന്നതാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. മൊത്തം എണ്ണി നോക്കുമ്പോൾ 11 ഡിവിഷൻസ് കാണും. പക്ഷെ ആദ്യത്തെ 0 നമ്മൾ കൂട്ടണ്ട, ബാക്കി 10 കൂട്ടിയാൽ മതി. അന്നേരം ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 10. അടുത്തത് ഉത്തരമാണ്. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്ര? 0.1 ബൈ 10 എന്ന് പറഞ്ഞാൽ 0.01 സെന്റിമീറ്റർ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം യൂണിറ്റ്. നിങ്ങൾ 0.01 എന്ന് എഴുതി കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അത് നിങ്ങളുടെ മാർക്ക് കുറയും. നിങ്ങളോട് എക്സ്റ്റേണൽ വരുന്ന അധ്യാപകർ ചോദിക്കും 0.01 എന്തുവാണ്, സെന്റിമീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ, മീറ്റർ ആണോ? അന്നേരം നമ്മൾ കൺഫ്യൂഷൻ, സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ, അന്നേരം ഒരു കൺഫ്യൂഷൻ. അന്നേരം ഉറപ്പിച്ചോണം, ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. അന്നേരം ഇത് ഓർത്തിരുന്നോണം, വളരെ കാര്യമായിട്ട് പഠിച്ചോണം. ലീസ്റ്റ് കൗണ്ട് ചെയ്യുന്നതെല്ലാം പ്രാക്ടിക്കലിന്റെ വീഡിയോക്കകത്തുണ്ട്. അന്നേരം ഇത് പ്രാക്ടിക്കലിന്റെ സീരീസിൽ വെർനിയറിൽ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി 3 കാര്യങ്ങളാണ് സാധാരണ വെർനിയർ വെച്ച് ചെയ്യേണ്ടത്. ഒന്ന് റെക്ടാംഗുലർ ബ്ലോക്ക്, ചില സ്കൂളിൽ റെക്ടാംഗുലർ ബ്ലോക്ക് കാണും. പിന്നെ സ്ഫിയർ കാണും, ലെഡ് ഷോട്ട് പോലത്തെ സ്ഫിയർ കാണും. പിന്നെ സിലിണ്ടർ കാണും. ഈ 3 എണ്ണത്തിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനാണ്. എല്ലാം ലാസ്റ്റ് കിട്ടുന്ന ഏകദേശം V = 10⁻⁻⁶ മീറ്റർ ക്യൂബിലാണ്. വോളിയം ആയതുകൊണ്ട് മീറ്റർ ക്യൂബിൽ കിട്ടും ഉത്തരം. അന്നേരം അതെല്ലാം നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നേരം ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി വെർനിയർ പെട്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 സെന്റിമീറ്റർ. അങ്ങനെ പഠിച്ചിരിക്കണം. അന്നേരം അടുത്ത ദിവസം ഇതുപോലുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കൽസിന്റെ മോഡൽസിന് മുമ്പ്, അത്യാവശ്യവും മോഡൽസ് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പബ്ലിക് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഫിസിക്സ് ആയിക്കോട്ടെ ബാക്കി സബ്ജക്റ്റ് മാക്സിമം എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എത്തുന്ന രീതി ചെയ്യും. കാണുന്നവർ ഒരു കാര്യം കൂടെ ചെയ്യുക, നിങ്ങൾക്ക് 100% ഇത് ഉപയോഗപ്രദമാകുന്നെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ, നെവർ എവർ ഗീവ് അപ്പ്.